നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. ഇനിയും പൂർത്തിയാകാത്ത പട്ടിക. കോൺഗ്രസിന്റെ തർക്കമുള്ള ലോക്സഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഡൽഹിയിൽ ഇന്ന് അവസാനവട്ട ചർച്ച. ആലപ്പുഴ, വയനാട് സീറ്റുകളിൽ AI ഗ്രൂപ്പ് തർക്കം തുടരുകയാണ്. ടി സിദ്ദിഖിനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് A ഗ്രൂപ്പ്. സ്ഥാനാർത്ഥികളെ വൈകിട്ട് പ്രഖ്യാപിച്ചേക്കും. ഉമ്മൻചാണ്ടി കൂടി പങ്കെടുക്കുന്ന നിർണായക ചർച്ചകളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുക. ടെലിഫോൺ ചർച്ചയിൽ ഉമ്മൻചാണ്ടി ടി സിദ്ദിഖിന് വയനാട് നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. ഇന്ന് ഇതേ നിലപാട് ആവർത്തിക്കും. വയനാടില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന കടുംപിടുത്തത്തിലാണ് സിദ്ദിഖ്. എന്നാൽ വർഷങ്ങളായി കൈവശം വെക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് I ഗ്രൂപ്പ് ആവർത്തിക്കുന്നു. ഷാനിമോൾ ഉസ്മാന്റെ പേരാണ് മുന്നോട്ട് വെക്കുന്നത്. അത് കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങൾ. ജനാധിപത്യ പാർട്ടിയല്ലേ, ഞങ്ങളുടെ പാർട്ടി ഒരു വലിയ പാർട്ടിയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരു പ്രാദേശിക പാർട്ടി പോലത്തെ പാർട്ടിയല്ലല്ലോ. ഇറ്റ്സ് എ ലാർജ് ഡെമോക്രാറ്റിക് പാർട്ടി, ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. അത്ര ഒരു പാർട്ടികളുടെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ല അപ്പുറം നിങ്ങൾ മറ്റൊന്നും അതിന് വ്യാഖ്യാനം കൊടുക്കണ്ട. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയാകും. വടകരയിൽ പരിഗണിച്ച വിദ്യാബാലകൃഷ്ണൻ ദുർബല സ്ഥാനാർത്ഥിയാണെന്ന വിമർശനം ഉയർന്നതോടെ ഇവിടെ മറ്റൊരാളെ പരിഗണിക്കും. ബിന്ദു കൃഷ്ണയെ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവർ വഴങ്ങിയില്ല. കെ മുരളീധരന്റെ പേരും ചർച്ചയിൽ ഉയർന്നതായാണ് സൂചന. ചർച്ചകളിൽ ധാരണയായാൽ ഇന്നു തന്നെ പ്രഖ്യാപനമുണ്ടാകും. ന്യൂസ് 18 ഡൽഹി. വടകരയിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പുതിയ സാഹചര്യത്തിൽ മത്സരിക്കണമെന്ന നേതാക്കളുടെയും RMPയുടെയും ആവശ്യം മുല്ലപ്പള്ളി തള്ളി. സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എങ്കിലും KV തോമസിന് മികച്ച പ്രതിഫലം ലഭിക്കും. CPM സ്ഥാനാർത്ഥി വന്നതോടെ തോമസിന് വിജയിക്കാൻ വിയർപ്പൊഴിക്കേണ്ടി വരുമെന്ന അവസ്ഥയായി എന്നും അതുകൊണ്ടാണ് റിസ്ക് എടുക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്നും മുല്ലപ്പള്ളി ഡൽഹിയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. തുടർച്ചയായ ചർച്ചകളുടെ ദിവസങ്ങളാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് വിമാനത്തിൽ വച്ചുള്ള ചർച്ച. ഒപ്പം ഡൽഹിയിലെത്തിയതിനു ശേഷം വിവിധ വീടുകളും കേരള ഹൌസും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള മാരത്തോൺ ചർച്ചകൾ. സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് വിഷയം. ഇനിയും 4 സീറ്റുകളിലെ പ്രഖ്യാപനം വരാനിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. ആദ്യഘട്ടത്തിൽ 12 പേരുകൾ വന്നപ്പോൾ പക്ഷേ കാസർഗോഡ് പ്രശ്നങ്ങളുണ്ടാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് അപ്രതീക്ഷിതമായി അവിടെ വരുമ്പോൾ അവിടെ സുബ്രായുടെ ഭാഗത്തു നിന്ന് ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നു, പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടാകുന്നു. KV തോമസിന്റെ ഭാഗത്തു നിന്ന് അതൃപ്തി പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അതിനെ എങ്ങനെ കാണണം? ഞാൻ പറയട്ടെ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ട് നടത്ത ചർച്ചകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും പൊട്ടലും ചീറ്റലും ഒക്കെ തന്നെ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. ഈ തവണ ഞാനെടുത്ത സമീപനം ഒരു തുറന്ന സമീപനമാണ്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തികച്ചും ഒരു 101% ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ചർച്ച നടത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ സമുന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ തന്നെ ഹൃദയബന്ധം എനിക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് അനായാസനമായിട്ട് ആ ചർച്ച എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ മറ്റു തരത്തിലുള്ള ആളുകളായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ചർച്ച നടത്തിയത്. നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. കൊച്ചു ഒരു അഭിപ്രായ വ്യത്യാസമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ചില സ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഈ 4 നിയോജകമണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. KV തോമസിനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിന്റെ അനുഭവ സമ്പത്തൊക്കെ ഉപയോഗിക്കുമെന്നുള്ളത്, അതായത് അദ്ദേഹത്തെ UDF കൺവീനർ സ്ഥാനത്ത് കണ്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാനത് എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ബട്ട് ഐ വിൽ സേ ദാറ്റ് തോമസ് വിൽ ബി റിച്ച്ലി റിവാർഡഡ്. ഒക്കെ ഞങ്ങൾ റിവാർഡ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സേവനം പാർട്ടി ഉപയോഗിക്കും. ഇപ്പോഴും ഞാൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ ഇറ്റ്. ഏറ്റവും നല്ലൊരു ബന്ധം എനിക്ക് അദ്ദേഹത്തോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ KV തോമസ് നിങ്ങൾ കേവലം എറണാകുളത്തെ ഒരു MP അല്ലെങ്കിൽ കേരളത്തിൽ എറണാകുളത്ത് പണ്ട് മത്സരിച്ചൊരു MLA അല്ലെങ്കിൽ കേരളത്തിലൊരു മന്ത്രി, കേന്ദ്രത്തിലെ ഒരു മന്ത്രി എന്ന രൂപത്തിൽ അദ്ദേഹം ചുരുക്കരുത്. കോൺഗ്രസിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വഴിത്തിരികളിലും തോമസിൻ്റെ അഭിപ്രായം, ഞങ്ങൾ പ്രൗഢമായ അഭിപ്രായങ്ങൾ ഞങ്ങൾ എപ്പോഴും ആരായാറുണ്ട്, അദ്ദേഹം തരാറുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലും തോമസിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ തോമസ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല. അയാൾ കേൾക്കൂ, പറയാം. തോമസിന് അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയാകണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ഒരു ചാൻസ് കൂടി തോമസ് മത്സരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. എൻ്റെ ആഗ്രഹം മാത്രമല്ല, അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെൻഷൻ ചെയ്ത 4-5 നേതാക്കന്മാരുണ്ടല്ലോ, നമ്മുടെ ഉന്നതാധികാര സമിതികളിൽപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നേതാക്കന്മാർ. ഞങ്ങളൊക്കെ തീരുമാനിച്ചതായിരുന്നു. തോമസിനോട് ആ തരത്തിൽ ഒരു കുറച്ച് ദിവസം മുമ്പേ ഞാനത് സൂചനയും കൊടുത്തിരുന്നു. തോമസ്, യു ആർ ഗോയിങ് ടു ബി റിപ്പീറ്റഡ്. എല്ലാ നേതാക്കന്മാരും തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നീടുണ്ടായ ചില സംഭവവികാസങ്ങൾ, ആ സംഭവവികാസം ഏറ്റവും പ്രധാനപ്പെട്ടത് CPM നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്.
അങ്ങനെ വരുമ്പോൾ തോമസ് വിജയിക്കും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അല്പം വിയർപ്പം പൊടിയേണ്ടി വരും. വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. വടകരയിൽ ഇപ്പോൾ RMP നിരുപാധികമായിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന വലിയൊരു ആവശ്യം മുല്ലപ്പള്ളി തന്നെ വന്നാൽ ഇത്തവണ ജയിക്കാമെന്നുള്ളതാണ്. ഇനിയൊരു പുനർവിചിന്തനം അക്കാര്യത്തിലുണ്ടാകുമോ? നിങ്ങൾ എന്നെ പഠിച്ചിട്ടില്ലേ? ഞാൻ സാധാരണ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് എടുക്കാറുള്ളൂ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. അത് കാരണം വെറുതെ അങ്ങനെ അതൊരു ഷാഢ്യമാണെന്ന് ധരിക്കരുത്, അല്ലെങ്കിൽ ധിക്കാരമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു. വടകരയിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട് അവിടെ. നിങ്ങൾ വടകരയിലൊന്ന് പോകണം. നിങ്ങൾ പോയിട്ട് വടകര ഉൾത്തുടുപ്പ് മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വടകര തയ്യാറെടുത്തിരിക്കുന്നു. അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടാണ്. വളരെയധികം നന്ദി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എല്ലാ ആശംസകളും. താങ്ക് യു. ഏതായാലും ശ്രീ മുല്ലപ്പള്ളി വ്യക്തമാക്കുന്നത് താൻ മത്സരിക്കാനില്ലെങ്കിൽ കൂടിയും തന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലനം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. BJP സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം തുടരുന്നു. കെ സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ തീരുമാനമായില്ല. പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയ്ക്കാണ് മുൻതൂക്കം. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയായേക്കും. ഇഷ്ട സീറ്റില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന നേതാക്കളുടെ നിലപാടാണ് അനിശ്ചിതത്വത്തിന് കാരണം. പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കാണ് മുൻതൂക്കം. തൃശൂരിൽ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇതോടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലായി. സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ RSS സമ്മർദ്ദം ശക്തമാക്കിയാൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പട്ടികയിൽ മാറ്റം വരുത്തിയേക്കും. അങ്ങനെയെങ്കിൽ K സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ പരിഗണിക്കും. പാലക്കാട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. MT രമേശും മത്സരിച്ചേക്കില്ല. പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരത്തിനില്ലെന്നാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്ന മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ മത്സരിച്ചേക്കും. എറണാകുളവും കോഴിക്കോടും BDJSഉം BJPയും വെച്ചുമാറും. എറണാകുളത്ത് N രാധാകൃഷ്ണൻ, മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പാലക്കാട് C കൃഷ്ണകുമാർ, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് VK പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. മനോഹർ പരീക്കർക്ക് വിട. അന്തരിച്ച ഗോവ മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ മനോഹർ പരീക്കറിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാൻക്രിയാസിനെ ബാധിച്ച അർബുദത്തോട് 1 വർഷത്തിലേറെ പൊരുതിയാണ് മനോഹർ പരീക്കർ വിടവാങ്ങുന്നത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ളവർ അനുശോചിച്ചു. അസാധാരണ മികവുള്ള ഭരണാധികാരിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. രാഷ്ട്രീയത്തിനതീതമായ ആദരം നേടിയ വ്യക്തിയെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ അനുസ്മരണം. ആദരാഞ്ജലികൾ അർപ്പിക്കാനായി പരീക്കറിന്റെ പനജിയിലെ വസതിയിലേക്ക് നേതാക്കളും അനുയായികളും ഒഴുകുകയാണ്. ഡിഫൻസ് മിനിസ്റ്റർ के नाते भी बहुत अपने विचार अलग रखे, चाहे वो कोई भी डिफेंस का मैटर हो, बड़े से उसको सुलझाने की कोशिश करते थे. വടക്കൻ ഗോവയിലെ മാപ്പൂസ പട്ടണത്തിൽ ജനിച്ച പരീക്കർ RSSലൂടെയാണ് പൊതുജീവിതം ആരംഭിച്ചത്. ബോംബെ IITയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി. 3 തവണ ഗോവയുടെ മുഖ്യമന്ത്രിയായി. നരേന്ദ്രമോദി സർക്കാരിൽ 2014 മുതൽ 2017 വരെ പ്രതിരോധ മന്ത്രിയായിരുന്നു. 2016 ഇന്ത്യ ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ പരീക്കറായിരുന്നു പ്രതിരോധ മന്ത്രി. ഭാര്യ മേധ നേരത്തെ മരിച്ചു. 2 പുത്രന്മാരുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മനോഹർ പരീക്കറിന്റെ മരണം ഗോവയിൽ രാഷ്ട്രീയ പ്രതിസന്ധി കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പരീക്കർ എന്ന ഒറ്റ വ്യക്തിയുടെ പ്രഭാവത്തിൽ നിലനിന്ന NDA സർക്കാർ പ്രതിസന്ധിയിലായി. പരീക്കറിന്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാകും മുൻപ് തന്നെ അദ്ദേഹത്തിന് പകരക്കാരനെ പ്രഖ്യാപിച്ച് പ്രതിസന്ധി ഒഴിവാക്കാനാണ് BJPയുടെ ശ്രമം. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് കോൺഗ്രസ്. പക്ഷേ 17 സീറ്റുള്ള കോൺഗ്രസിനെ പിന്തള്ളി 13 സീറ്റ് മാത്രമുള്ള BJP മന്ത്രിസഭയുണ്ടാക്കി. 3 സീറ്റുകൾ വീതമുള്ള മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയും ഗോവ ഫോർവേഡ് പാർട്ടിയും BJPയെ പിന്തുണച്ചു. അവർ മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയാകണം എന്നതായിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി പദം രാജിവെപ്പിച്ച് പരീക്കറെ
BJP ഗോവൻ രാഷ്ട്രീയത്തിൽ തിരികെ എത്തിച്ചു. മാസങ്ങളായി കടുത്ത രോഗമലട്ടുമ്പോഴും മൂക്കിലൂടെയിട്ട ട്യൂബുമായി പരീക്കർ സർക്കാരിന്റെയും പാർട്ടിയുടെയും പരിപാടികൾക്കെത്തി. ഇപ്പോൾ ഗോവയിലെ കക്ഷിനില കോൺഗ്രസ് 14, BJP 12. പരീക്കർ അസുഖബാധിതനായപ്പോൾ തന്നെ ഭരണസ്തംഭനം ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. BJPയുടെ സഖ്യകക്ഷികളും ഇടഞ്ഞു നിൽക്കുകയാണ്. ഗോവയിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് BJPയുടെ സഖ്യകക്ഷിയായ മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി പ്രഖ്യാപിച്ചു. പ്ലാൻ B തയ്യാറാക്കുകയാണെന്ന് ഗോവ ഫോർവേഡ് പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പരീക്കറിന് ഇവർ നൽകിയിരുന്ന പിന്തുണ തുടർന്ന് BJPക്ക് കിട്ടില്ലെന്ന് ചുരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഗോവയിൽ കോൺഗ്രസ് ഭരണം പിടിക്കുന്നത് BJPക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. തങ്ങൾക്ക് അവസരം നൽകാതെ നിയമസഭ പിരിച്ചുവിടാനാണ് BJPയും ഗവർണർ മൃദുല സിൻഹയും ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞു. പരീക്കറിന്റെ നിര്യാണത്തോടെ ഗോവൻ രാഷ്ട്രീയം ഒരിക്കൽ കൂടി അനിശ്ചിതത്വങ്ങളുടെ തീരമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ കൂടുതൽ ഭൂമി വിട്ടുനൽകണമെന്ന ആവശ്യം തള്ളിയതിന് പിന്നാലെ പമ്പാ തീരത്ത് നിന്നും മണൽ വാരുന്നതിന് വനം വകുപ്പ് ദേവസ്വം ബോർഡിനോട് പണം ആവശ്യപ്പെട്ടു. ശബരിമല വികസനത്തിനെതിരെ നിലപാടാണ് വനം വകുപ്പിന്റേതെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. നിലവിൽ 63 ഏക്കർ വനഭൂമി ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ കൈവശമുണ്ടെന്ന് സംയുക്ത സർവേയിൽ കണ്ടെത്തിയിരുന്നു. ഇതടക്കം പല സമയങ്ങളിൽ അനുവദിച്ചിട്ടുള്ള 95 ഏക്കർ ഭൂമിയാണ് ദേവസ്വം ബോർഡിനുള്ളതെന്ന വാദം വനംവകുപ്പ് തള്ളി. ഭൂമി ലഭിക്കാൻ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതിന് പിന്നാലെയാണ് മണൽ വിഷയത്തിലെ തർക്കം. പ്രളയത്തിൽ പമ്പയിലടിഞ്ഞ മണൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡിന് ഉന്നതതല യോഗത്തിൽ വനംവകുപ്പ് അനുമതി നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ ഈ മണലിന് 6,76 ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. വനംവകുപ്പിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. സംയുക്ത തീരുമാനങ്ങൾ വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നതായാണ് ബോർഡ് പ്രസിഡന്റിന്റെ ആരോപണം. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന നിലപാടുകൾ പലതും ശബരിമല ക്ഷേത്രത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ്. അത് ചില ഉദ്യോഗസ്ഥന്മാരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. പമ്പയിൽ നിന്ന് റോപ്വേ നിർമ്മിക്കാൻ തൂണുകൾ സ്ഥാപിക്കേണ്ടത് വനംവകുപ്പിന്റെ ഭൂമിയിലാണ്. നിർമ്മാണത്തിന് മുന്നോടിയായി മണ്ണ് പരിശോധിക്കാൻ വനംവകുപ്പ് അനുമതി വൈകിപ്പിക്കുന്നതായും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 സന്നിധാനം. ന്യൂസിലാൻഡിൽ പള്ളികളിൽ വെടിവെപ്പ് നടത്തിയ അക്രമി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്റർനെറ്റിലെ രഹസ്യ ഗ്രൂപ്പുകളിൽ അംഗം. കൂട്ടക്കുരുതി നടത്തിയ ബ്രണ്ടൻ ടാരന്റിന് പ്രചോദനമായത് ഇത്തരം ഗ്രൂപ്പുകളാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അതിക്രമം നടത്തുന്നതിന് 9 മിനിറ്റ് മുൻപ് തീവ്ര നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള നയരേഖ ടാരന്റ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി അടക്കം 30 പേർക്ക് ഇമെയിൽ ചെയ്തിരുന്നു. അക്രമത്തിന്റെ 1.5 ദശലക്ഷം വീഡിയോകൾ ഫേസ്ബുക്ക് നീക്കം ചെയ്തു. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മലയാളി യുവതി ആൻസി അലിഭാവയുടെ മൃതദേഹം ഈ ആഴ്ച തന്നെ നാട്ടിലെത്തിച്ചേക്കും. ഇനി മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP ശ്രമമെന്ന UDF. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതായാണ് പരാതി. ഇതിനെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കുമെന്ന് UDF അറിയിച്ചു. മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് BJP ക്രമക്കേട് നടത്തുകയാണെന്നാണ് UDF ആരോപണം. 2018 ഒക്ടോബർ മുതൽ നവംബർ 15 വരെ ചേർത്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അടുത്തിടെയുള്ള ദിവസങ്ങളിൽ ചേർത്തുവെന്നാണ് ആരോപണം. അതിർത്തിക്കപ്പുറത്തുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ചേർത്തത്. റെസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ നൽകി വില്ലേജ് അധികൃതരും BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണെന്നും UDF നേതാക്കൾ ആരോപിക്കുന്നു. കേരളത്തിന് പുറത്ത് കർണാടക സംസ്ഥാനത്ത് താമസിക്കുന്ന ആളുകളുടെ വോട്ട് ജില്ലയിലെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി വ്യാപകമായ രൂപത്തിൽ ചേർക്കുകയാണ്. ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. മുസ്ലിം ലീഗിനെതിരെ SDPI നടത്തുന്നത് കള്ളപ്രചാരണങ്ങളാണെന്ന് ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ. കള്ളപ്രചാരണം കൊണ്ട് UDFനെ തകർക്കാൻ കഴിയില്ല എന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യാതിഥിയായ കൺവെൻഷനിൽ പ്രധാന വിഷയമായത് ലീഗ് SDPI കൂടിക്കാഴ്ചയായിരുന്നു. SDPI അല്ല ലീഗിനെയാണ് വിശ്വാസമെന്ന് ആര്യാടൻ മുഹമ്മദ്. കാര്യം എനിക്ക് പറയാം, ഈ SDPI എന്ന് പറഞ്ഞാൽ ലോകത്ത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അവര് പറയുന്നതിലല്ല എന്റെ വിശ്വാസം.
കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് എനിക്ക് വിശ്വാസം തോന്നുന്നത്. തീവ്രവാദ പ്രസ്ഥാനങ്ങളെ മുളയിലെ നുള്ളണമെന്ന അഭിപ്രായമുള്ള പാർട്ടിയാണ് ലീഗ് എന്നായിരുന്നു പാർട്ടി അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ. മുൻകാല തീരുമാനങ്ങൾ മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ആ തീവ്രവാദ പ്രസ്ഥാനം ഇവിടെ വരാൻ പാടില്ല, അവർ മുളയിൽ തന്നെ നുള്ളണമെന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നു. മോദിക്കും പിണറായിക്കുമെതിരെ നിശിത വിമർശനമാണ് ഉമ്മൻചാണ്ടി നടത്തിയത്. ഒരു കൊച്ചു മോഡിയാണ് ഇവിടെ കേരളം ഭരിക്കുന്നത്. പിണറായി വിജയൻ മറുപടി പ്രസംഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി SDPIക്കും CPMനുമെതിരെ ആഞ്ഞടിച്ചു. അങ്ങനെ തുമ്യാത്തെറിക്കുന്ന ചരിത്രമല്ല ഈ സ്ഥാനാർത്ഥിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് മലപ്പുറത്തുകാർക്കറിയാം. പൊന്നാനി പരീക്ഷണം നടത്തിയോലാണ് ഈ വർത്തമാനം പറയുന്നത്, ഓർത്തോണം. കുഞ്ഞാലിക്കുട്ടിക്ക് ജയം സുനിശ്ചിതമാണെന്ന് നേതാക്കൾ ഉറപ്പിച്ചു പറയുമ്പോഴും പാർട്ടി വേദികളിൽ SDPI കൂടിക്കാഴ്ച വിശദീകരിക്കേണ്ടി വരുന്നത് ലീഗിന് നൽകുന്ന തലവേദന ചെറുതല്ല. ന്യൂസ് 18 മലപ്പുറം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും പ്രചാരണ രംഗത്ത് മുന്നേറാനുള്ള തയ്യാറെടുപ്പിലാണ് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. ചുവരെഴുത്തുകളും പോസ്റ്ററുകളും എത്രയും പെട്ടെന്ന് മണ്ഡലത്തിൽ വ്യാപകമാക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. ഇന്ന് മണ്ഡലം കൺവെൻഷൻ നടക്കും. LDF സ്ഥാനാർത്ഥി P രാജീവ് ഇപ്പോൾ പ്രചാരണ രംഗത്ത് മുൻപിലാണെങ്കിലും വളരെ പെട്ടെന്ന് മണ്ഡലത്തിൽ സജീവമാകാൻ കഴിയുമെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കൊച്ചിയിൽ ചേർന്ന നേതൃയോഗം ഇതിനായി പദ്ധതികൾ തയ്യാറാക്കി. ചുവരെഴുത്തുകളും പോസ്റ്ററുകളും അടിയന്തരമായി പൂർത്തിയാക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. മണ്ഡലം കൺവെൻഷനുകളും ഈ ആഴ്ചയിൽ തന്നെ പൂർത്തിയാക്കും. വോട്ടെടുപ്പിന് ഏറെ ദിവസമുള്ളതിനാൽ മുഴുവൻ സമയവും ഒരേ തീവ്രതയിൽ തന്നെ പ്രചാരണം നടത്തണമെന്നാണ് നിർദ്ദേശം. പ്രവർത്തകരുടെ ആവേശവും മണ്ഡലത്തിലെ വ്യക്തിബന്ധങ്ങളും UDF കൊണ്ടുവന്ന വികസന പദ്ധതികളും വോട്ടായി മാറുമെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. കൃത്യമായി അഭിമാനിക്കാൻ കഴിയാവുന്ന നേട്ടങ്ങൾ കൈവരിക്കാനും സാധിച്ച കഴിഞ്ഞ 8 വർഷം ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഏറ്റവും ആത്മാർത്ഥപൂർണമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് വൈകിട്ട് നടക്കുന്ന കൺവെൻഷൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഭാഗം ചെയർമാൻ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധ ശബ്ദമുയർത്തിയ KV തോമസ് പ്രചാരണത്തിന് ഇറങ്ങുമെന്നത് UDFന് ആശ്വാസം നൽകുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 91 മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് ഇന്ന് പുറപ്പെടുവിക്കുക. 20 സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. അടുത്ത മാസം 11 നടക്കുന്ന വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ സ്വീകരിക്കും. ഈ മാസം 25 വരെ പത്രിക സമർപ്പിക്കാം. മാർച്ച് 26 സൂക്ഷ്മ പരിശോധന. ഈ മാസം 28 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ടാകും. ആന്ധ്ര, അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനവും ഇന്ന് പുറത്തിറങ്ങും. ഒഡീഷ നിയമസഭയിലെ 28 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ഇതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കും. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ച നിലപാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ട എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വ്യക്തമായ നിലപാടുണ്ട്. സുപ്രീംകോടതി വിധി വന്ന ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. പ്രശ്നം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാകുന്നതിൽ ദേവസ്വം ബോർഡിന് ഗുണമോ ദോഷമോ ഇല്ല എന്നും പത്മകുമാർ ശബരിമലയിൽ പറഞ്ഞു. വളരെ വ്യക്തമായ നിലപാടുകളാണല്ലോ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ എന്തിനാ ഇപ്പോൾ ഒരു തർക്കം? ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി എന്തിനാ അതിനെ കാണുന്നത്? ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു തർക്കവും ഇല്ല. ദേവസ്വം ബോർഡ് ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന പ്രശ്നമില്ല. ഇല്ല, അത് ദേവസ്വം ബോർഡിന് എന്തായാലും ഒരു ദോഷവും ഗുണവും ചെയ്യില്ല. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങൾ പൂരോത്സവ നിറവിൽ. മീനം പിറന്നതോടെ ക്ഷേത്ര തിരുമുറ്റങ്ങളിൽ പൂരക്കളിയുടെ ആരവം ഉണർന്നു. ശിവകോപത്തിൽ ചാമ്പലായ കാമദേവന്റെ പുനർജനിക്കായുള്ള ആരാധനയാണ് ഉത്തര കേരളത്തിലെ പൂരമഹോത്സവം. മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം വരെ 10 നാൾ നീളുന്നതാണ് പൂരാഘോഷ ചടങ്ങുകൾ. ക്ഷേത്രങ്ങളിൽ പൂവിടൽ തുടങ്ങിയതോടെ പൂരക്കളിക്ക് തുടക്കമായി. ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ, രാമായണം തുടങ്ങിയ പുരാണ കഥാസന്ദർഭങ്ങൾ പാടിക്കളിക്കുന്നു. ദേവീദേവന്മാരെ സ്തുതിക്കുന്ന 18 തരം പാട്ടുകൾ പാടിക്കൊണ്ടാണ് പൂരക്കളി. പിലിക്കോട് ധൈരമംഗലം പോലുള്ള ക്ഷേത്രങ്ങളിൽ 1 മാസത്തോളം പൂരോത്സവം ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് കാർത്തിക മുതൽ പൂരം കുളി വരുന്ന വരെയുള്ള മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ വരുന്നുള്ള 9 ദിവസങ്ങളിലാണ് ഇതിൻ്റെ പ്രധാന അനുഷ്ഠാനങ്ങൾ നടക്കുന്നത്. പൂരോത്സവ സമാപനമായ ബുധനാഴ്ച ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പൂക്കൾ കൊണ്ട് കാമരൂപം തീർത്ത് പൂരക്കഞ്ഞി വിളമ്പും. വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ നീരാടിക്കുന്ന പൂരം കുളിയോടെ ചടങ്ങുകൾ സമാപിക്കും.
ന്യൂസ് 18 കാസർഗോഡ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.